ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലെ ഉത്സവമാണ് കേട്ടോ. അപ്പം ഞങ്ങളവിടെ ഉത്സവം നടക്കുന്ന സമയത്ത് എല്ലാവിധ ആളുകളും എത്തിച്ചേരും. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കെട്ടിച്ച് വിട്ടവരും അല്ലാത്തവരും നമ്മുടെ കുടുംബക്കാരും എല്ലാവരും അന്നത്തെ ദിവസം അവിടെ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പുളിയന്തറ രാവിലെ തന്നെ പോയി കാറ്റെടുക്കുന്നതിന് മുമ്പ് പുളിയന്തറ തുടങ്ങിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോയത് ഞാൻ അതുകൊണ്ടാണ് ഹെൽമെറ്റ് വയ്ക്കാത്തതെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ ആരും വിചാരിക്കുന്നു. അമ്പലത്തിലേക്ക് പോകുന്ന വീട്ടിൽ തോരണങ്ങളാണ്. ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റുമുട്ട കവരയിലെത്തി. ഇത് നേരെ പോകുന്ന റോഡ് വെങ്ങപ്പള്ളിക്കാണ്. ഇത് ഞങ്ങളുടെ അമ്പലത്തിലേക്കുള്ള റോഡ്. ഇപ്പോൾ റോഡ് നന്നാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാകെ ഒരു 5 മിനിറ്റ് ദൂരം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞു വീഡിയോസ് എടുത്ത് പോയത്. വീഡിയോസ് പക്ഷേ നല്ലൊരു വൈബായിരുന്നു. രാവിലെ തന്നെ അതിനെക്കൊണ്ട് നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ രാവിലെ തന്നെ അതിനെക്കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നു. കുറച്ചും കൂടി കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടി സൈഡാക്കി അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി നേരെ അമ്പലത്തിലേക്ക് കയറുകയാണ്. ഇതിപ്പോൾ അമ്പലത്തിലേക്ക് കയറുന്ന ഭാഗമാണ്. അപ്പോൾ രാവിലെ തന്നെ അതുകൊണ്ട് ആളുകൾ കുറവാണ്, എല്ലാവരും വരുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അമ്പലത്തിലെത്തി ഞങ്ങൾ പോയി തൊഴുത് ഞാൻ കുറച്ച് വീഡിയോസും കാണാം. അപ്പം അവിടെ കണ്ടു ചാരി വെച്ചിരിക്കുന്ന ഒരു സംഭവം, അത് ഗുളിയന്തറയുടെ തിറയാടാനുള്ളൊരു സംഭവമാണ് കേട്ടോ. അത് ശരിക്കും മുള വെച്ച് കുരുത്തോലകൾ കൊണ്ട് പട്ട് വെച്ച് കെട്ടിക്കൊണ്ടുള്ളൊരു ഇതാണ്. എത്രയോ ഹൈറ്റ് ഉണ്ടത്. അത് നമ്മൾ കാറ്റ് വരുന്നതിൻ്റെ മുമ്പേ ശരിക്കും തിറയാടി കഴിയണം. അല്ലെങ്കിൽ കാറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അവരറിയാതെ മറിഞ്ഞിട്ട് വീണു പോകും. അപ്പോൾ ആ ഒരു വീഡിയോസ് ഞാൻ പിന്നെ വേറെ ചെയ്യുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ കൊടിമരം കണ്ടോ. ഈ ഒരമ്പലം എന്ന് പറയുന്നത് ശരിക്കും കാപ്പിത്തോട്ടത്തിൻ്റെ നടുക്കാണ് ഈ ഒരു അമ്പലം ഉള്ളത്. അപ്പോൾ ഞാൻ 9:30 ആയപ്പോൾ ലൈവ് ഇട്ടതുകൊണ്ട് എനിക്ക് തിറയുടെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് തൊഴുകലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് അപ്പോൾ കമ്മിറ്റിയിൽ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ കമ്മിറ്റി ഓഫീസ് കയറി വരുന്ന വഴിക്ക് തന്നെയാണ്. ഓഫീസല്ല, താൽക്കാലികമായിട്ട് ഓഫീസ് അപ്പുറത്താണ് കേട്ടോ. ഇത് ചെറിയൊരു അമ്പലമായിരുന്നു. ഇതാണ് ശരിക്കും ഗുളിയന്തറ ആടാനുള്ള ആ ഒരു സംഭവം. കണ്ടില്ലേ എന്തോരം ഹൈറ്റാണ്. ഇത് കരിയാത്തന്തറ ആടാനുള്ളതാണ്. ഇത് ഭഗവതി തിറയ്ക്കുള്ളതാണ്. ഇതാണ് ഭഗവതി. ഇത് കൊടിയിരുത്തിയിരിക്കുന്ന സ്ഥലം. ഇവിടെ വർഷത്തിലൊരിക്കൽ അല്ലാത്ത സമയത്തൊക്കെ പൂജ നടക്കും, മാസപൂജ നടക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊരു വന്ന വിശിഷ്ടാതിഥിയായിട്ട് നമ്മുടെ ഈ നായ്ക്കുട്ടൻ ഡോഗ് എവിടെ നിന്നാണെന്നറിയില്ല ഓടി കതച്ച് വന്നു. പക്ഷെ അവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. ജർമ്മൻകാർ വരുന്നു. ജർമ്മൻകാർക്ക് കൊറിയൻ ഇംഗ്ലീഷൊക്കെ കാച്ചിക്കറി സംസാരിച്ചു. അപ്പോൾ സിയാസ്കാൻ ഇവർ രണ്ടുപേരുടെ പേരാണ്. ഇവർ ജർമ്മനിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ധനഗിരി എസ്റ്റേറ്റ് ഒരു ആഴ്ചയായിട്ട് ഇവർ ഇവിടെ ഉണ്ട്. അങ്ങനെ അത് ഗുളിയന്തറ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് തിരിച്ച് വരിക കേട്ടോ. കാരണം ചൂട് കാരണം സെറ്റും കൊണ്ട് ഉടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി വീട്ടിൽ നിന്ന് വരുന്ന വഴിയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗം കേട്ടോ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ സ്ഥലം? സൂപ്പറായിട്ടില്ലേ സ്ഥലം? കണ്ടു നോക്കൂ. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ചുറ്റും കാടും മലകളും അതുപോലെ കവുങ്ങും വാഴത്തോപ്പൊക്കെ ആയിട്ട് നിറഞ്ഞു നിബിഡമായ സ്ഥലമാണ്. വീണ്ടും ഇത് ഞാൻ അമ്പലത്തിലെത്തി. ചോറിൻ്റെ സമയത്തോട്ട് എത്തിയത്. ഇതാണ് വരി. അത്ര ഒരു ട്രിപ്പ് ആളുകളെ കയറ്റി വിട്ടതിന് ശേഷം അടുത്ത ട്രിപ്പ് ആളുകളെ കയറ്റി വിട്ടു. ചോറ്, ഉപ്പേരി, പപ്പടം, അവിയൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അടിപൊളി ചോറായിരുന്നു കേട്ടോ. അതിനുശേഷം പായസം കുടിച്ചു. പിന്നെ നമ്മുടെ കുടുംബക്കാരെയൊക്കെ കണ്ട് അവരൊക്കെ സംസാരിച്ചു. ഫ്രണ്ട്സിനൊക്കെ കണ്ടു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത തിറ വരുന്നു. ഇപ്പോൾ തായമ്പകയായിരിക്കും ഭക്ഷണം കഴിച്ച പാടും. അപ്പോൾ അത് പിന്നെ കേട്ട് നമുക്ക് വീട്ടിലേക്ക് ശരിക്കും കേൾക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് ഓടി വന്നതാണ്. അങ്ങനെ 5 മണിയാകുമ്പോൾ തിരിച്ചു തരാമെന്ന് വിചാരിച്ച് 5 മണിയായപ്പോഴത്തേനും ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി.
നേരെ അപ്പോൾ ആ ഉത്സവം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇനി വൈകിട്ട് പകുതി ഇത്ര തുടങ്ങുമ്പോൾ വരാമെന്ന് വിചാരിച്ചു. വീഡിയോസ് ഓക്കെ, നമുക്ക് തറ തുടങ്ങുമ്പോൾ കാണാം. അപ്പോൾ എൻ്റെ അടുത്ത് പഴയ കൂട്ടുകാരൊക്കെ കണ്ടിട്ട് അവരോടൊക്കെ കുറേ സംസാരിച്ച് തീർച്ചയായും അങ്ങനെ വരുന്ന വഴിയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.